CPI സംസ്ഥാന കമ്മിറ്റിയിൽ ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. LDF മുന്നണി വിടേണ്ടതിൻ്റെ അനിവാര്യത CPIയിൽ ഒരു വിഭാഗം അതിശക്തമായി തന്നെ ചർച്ച ചെയ്യുന്നു. അതിൽ എടുത്തു പറയേണ്ടത് CPIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം തന്നെയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന CPIഎമ്മുമായുള്ള എല്ലാ ബാന്ധവും അവസാനിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ചർച്ച ചെയ്യുക. അതിന് കാരണമാകുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നടപടിയാണ് EP ദിവ്യ അടക്കമുള്ളവർ എടുക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ CPഎമ്മിൻ്റെ അഹങ്കാരമാണ് അവിടെ സംഭവിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണം മാത്രമല്ല, നിരവധിയായ വിഷയങ്ങൾ CPIയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നത് കണ്ണൂർ ജില്ലയിൽ CPI പ്രവർത്തകരെ കൃത്യമായി പ്രവർത്തിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നു, പരസ്യമായി തന്നെ വെല്ലുവിളിക്കുന്നു. പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പാടില്ല, അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രീതി CPഎമ്മിന് ഒരിക്കലും വിലങ്ങുതടിയാവരുത്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പറച്ചിൽ. മാത്രമല്ല, ഒരു രീതിയിലും താഴെത്തട്ടിൽ CPഎമ്മിൻ്റെ പാർട്ടി ഗ്രാമത്തിൽ ഒരു തോരണമോ കൊടിയോ ഒന്നും വയ്ക്കാൻ പാടില്ല. ഇത്തരത്തിലൊരു നീക്കം വന്നപ്പോഴാണ് CPIയുടെ നേതാക്കൾ പലരും പരസ്യമായി തന്നെ K സുധാകരന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മാർട്ടിൻ ജോർജ് എന്ന DCC പ്രസിഡന്റുമായുള്ള ചർച്ചയിലേക്ക് നീങ്ങുന്നത്. CPIയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും ഐക്യകണ്ഠേന കോൺഗ്രസിൽ ചേക്കേറാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായും CPഎമ്മിന് വേരോട്ടം കുറയും. CPIഎം കൃത്യമായി കയ്യിൽ വെച്ചിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഓരോന്നായി വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, CPIഎമ്മിൻ്റെ തട്ടകമായ ധർമ്മടത്തും മട്ടന്നൂരുമൊക്കെ K സുധാകരൻ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച. അത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ്സുകാരൻ CPIഎമ്മിൻ്റെ മടയിൽ കയറി അടി കൊടുക്കുന്നത്. നെറുന്തലയ്ക്ക് നോക്കിയാണ്, പത്തി നോക്കിയാണ് അടിക്കുന്നത്. അത് K സുധാകരനെ പോലെ ചുരുക്കം ചില നേതാക്കളുടെ ഇച്ഛാദാർഢ്യം തന്നെയാണ്. ഒരുപക്ഷെ പിണറായി വിജയനും കണ്ണൂരിലെ CPIഎമ്മിൻ്റെ ലോബി മുഴുവൻ ആ മനുഷ്യനെ അത്രമേൽ ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ലവലേശം ഭയം എന്നതില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന 22ഓളം ചെറുപ്പക്കാരെ CPIഎം വെട്ടിയരിഞ്ഞാണ് തള്ളിയത്. മാഹിപ്പുഴയിൽ നിന്നു അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ K സുധാകരൻ്റെ ഗദ്ഗതപൂർവമായ ആ വാക്കുകൾ, ചത്താലും ഇവരോടൊന്നും ഒരു കോംപ്രമൈസുമില്ല, നോ കോംപ്രമൈസ് എന്ന് പറയുന്ന സുധാകരൻ്റെ വാക്ക്, അതിനെയാണ് CPI ഇപ്പോൾ ശിരസ വഹിച്ചുകൊണ്ട് ഈ മുന്നണിയുടെ സംവിധാനം വേണ്ട എന്ന് പറഞ്ഞ് CPIയെ പൊളിച്ചടുക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് ലയിക്കാൻ തീരുമാനമായിരിക്കുന്നത്. വാസ്തവത്തിൽ കൈയടിക്കുകയാണ് ഈ ധീരോദാത്തമായ തീരുമാനത്തെ.